ഹലോ എവരി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അതായത് ഇതിൽ പൂരി പൊരിച്ചെടുക്കാൻ ഞാൻ പപ്പടം വാങ്ങിച്ചിരിക്കുകയാണ്. ബാക്കി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പുളി കുറച്ചെടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്യാനിടാം. പുളിയുടെ കൂടെ നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടമറിൻ്റെ ആൻഡ് ഡേറ്റ് സിറപ്പായി. ഞാൻ പുളി മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു പാത്രം എടുത്തിട്ട് ഒരു സവാള മുഴുവനും ചെറുതായി അരിയാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടാം, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചാട്ട് മസാലയും അതുപോലെ ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് കൊടുക്കാം. ഇതല്ലാണ്ട് നമുക്ക് ഇന്ദുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആംചൂർ പൗഡർ ഉണ്ട്, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രീൻ കളർ ലിക്വിഡ് ഉണ്ടാക്കാം. അതിനായിട്ട് മല്ലിയില ഒരു ബണ്ടിലെടുക്കാം. അതുപോലെ പുതിനയിലയും ആവശ്യത്തിന് സെയിം എമൗണ്ട് എടുക്കാം. ഒരു പീസ് ഇഞ്ചി, അതുപോലെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഒരു എത്ര തിക്കനായാലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഞാൻ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യുക, ആവശ്യമുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ലൂസാക്കി കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഈ സമയം നമുക്ക് ബൂന്തി ഉണ്ടാക്കാം, അതായത് എരിവുള്ളത്. മിക്സറിൽ ഇതിട്ട് കൊടുത്താലും മതി. ഇവിടെ ഞാനുള്ള കടലമാവ് വെച്ചിട്ട് കുറച്ച് മുളക് പൊടി, ഇത്ര എമൗണ്ടൊന്നും ആവശ്യമില്ല, കുറച്ച് മതി കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു വാട്ടറി അല്ല, കുറച്ച് തിക്കായിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യുക, കലക്കി വെക്കാം. കുറച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നമുക്കൊരു പ്രോപ്പർ കൺസിസ്റ്റൻസിയിലെത്തിയാൽ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് പുളിയുടെയും ഡേറ്റ്സിൻ്റെയും സിറപ്പ്, അല്ലെങ്കിൽ പുളി മാത്രമുള്ള സിറപ്പ് ഉണ്ടാക്കാം. പുളി നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചുകൊണ്ട് അതെന്ത് ചെയ്യാം, നമുക്ക് അരിച്ചെടുക്കാം. അരിച്ച് വെച്ചിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ചാട്ട് മസാല, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 3 ടീസ്പൂൺ പഞ്ചസാര. ശർക്കര ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ല ഓപ്ഷൻ. ഇവിടെ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ പഞ്ചസാരയുടെ ഓപ്ഷൻ കുറക്കായിരുന്നു. നമുക്ക് ഡേറ്റ്സ് അരച്ചെടുത്തത് ഇതിൽ ചേർത്താൽ ഡേറ്റ്സ് ടമറിൻ സിറപ്പായി, അല്ലെങ്കിൽ പൾപ്പായി. ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. ഞാൻ ആവശ്യത്തിന് മാത്രമേ ഡൈല്യൂട്ട് ചെയ്യുന്നുള്ളൂ. പാനിപൂരിക്കുള്ള പപ്പടം ഞാൻ വാങ്ങിച്ചതാണ്. അത് പൊരിച്ചു കോരാം, അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പും റവയും യൂസ് ചെയ്തിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കാവുന്നതാണ്. ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഈ പപ്പടം വാങ്ങിച്ചത് എന്ത് ചെയ്യുക, പൊരിച്ചു കോരുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പപ്പടം വല്ലാണ്ട് വലുതാവില്ല. എന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ പൊരിക്കുന്നതെങ്കിൽ നന്നായിട്ട് പൊങ്ങി വന്ന് അത് നല്ലൊരു ഷേപ്പിൽ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പൊരിച്ചു കോരാം. ഇതുകൊണ്ട് പല രീതിയിൽ പാനിപൂരി, മസാലപ്പൂരി, അങ്ങനെ പലതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ടിപ്പിക്കലായിട്ടുള്ള പാനിപൂരിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ഈ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ബൂന്തി ഉണ്ടാക്കാം. പെർഫെക്റ്റ് ബൂന്തി ആയിട്ടില്ല, ഇത് കുഴപ്പമില്ലാണ്ട് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു ബൂന്തിയുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. അരിപ്പയിൽ ഒഴിച്ചിട്ട് വേഗം ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ചുറ്റിയെടുത്താൽ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാണ്ട് ഉള്ളത് വേഗം മുരിഞ്ഞ് കിട്ടും. അത് കോരിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മിൻറ്റ് കൊറിയാണ്ടറിൻ്റെ വാട്ടറിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ പാനിപൂരി എടുത്തിട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ബൂന്തി ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് കൂടെ ഉണ്ടാവാറുണ്ട്. മിക്സറിൻ്റെ സാധനം ആഡ് ചെയ്താൽ മതി. പിന്നെ ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ, അതായത് സവാള തക്കാളി അരിഞ്ഞതുണ്ടല്ലോ, അതിൻ്റെ കൂടെ പൊട്ടാറ്റോ വേവിച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ കാബൂളിക്കടല വേവിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും ഇത് അടിപൊളിയാണ്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.